ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലെറ്റ്സ് പി ട്രാക്ക്. അപ്പോൾ ഇന്നൊരു സ്റ്റഡി വ്ളോഗ് എന്നതിലുപരി ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം എന്ന് വിചാരിച്ചാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. ഇത് എത്രത്തോളം പെർഫെക്റ്റ് ആണ് എന്നൊന്നും അറിയില്ല. കാര്യം നല്ല മഴയും അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് പവർ കട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുമില്ല. രാവിലത്തെ കുറേ പരിപാടികളൊക്കെ കഴിഞ്ഞ ശേഷമാണ്, പിന്നെ മഴയൊക്കെ പെയ്ത ഒരു സമയത്താണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്താലോ കൊള്ളാം എന്ന് തോന്നിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ രാവിലെ പവർ കട്ടായതുകൊണ്ട് തന്നെ അപ്പോഴത്തെ കാര്യങ്ങളൊന്നും വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ കൂടുതൽ നമ്മൾ സ്റ്റഡിയിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ രാവിലത്തെ എല്ലാ വീടുകളിലുള്ള ഒരു തിക്കും തിരക്കും കാര്യങ്ങളും, അടുക്കളയിലുള്ള തിക്കും തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ പഠിക്കാതിരിക്കുമ്പോഴേക്കും സമയം 11:30 ആയിട്ടുണ്ട്. ഇന്ന് കുറച്ച് ലേറ്റായി. മോള് നല്ല കുറുമ്പായിരുന്നു. പിന്നെ ഇതെല്ലാം ഒരുക്കി എത്തുമ്പോഴേക്കും സമയമായി. പിന്നെ കളിപ്പാട്ടങ്ങളെല്ലാം അവൾക്ക് ഇട്ട് കൊടുത്തിട്ട് അവൾ കളിക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ച് നേരം പഠിക്കാതിരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അടുത്ത് തന്നെ പഠിക്കാതിരിക്കുമായിരുന്നു. പക്ഷേ അധിക നേരം ഇരിക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോഴേക്കും അവൾ വരും. അവൾക്ക് എന്ത് കിട്ടിയാലും അതൊന്നും വേണമെന്ന് ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു സാധനം എടുക്കും, കുറച്ച് നേരം കളിക്കും. പിന്നെ ഞാൻ ബുക്കും പേനയൊക്കെ എടുത്താൽ അവൾക്കും ബുക്കും പേനയൊക്കെ ആവശ്യമുണ്ട്. പിന്നെ എൻ്റെ കൂടെ അങ്ങനെ ഇരിക്കും. അങ്ങനെയാണ്. അല്ലാതെ ഇപ്പോഴത്തെ ഒരു പ്രായത്തിലെ കുട്ടികൾക്ക് അങ്ങനെയാണല്ലോ. പൊതുവേ അവരുടെ കൂടെ കളിച്ച് നടക്കണം എന്നാണല്ലോ അവരുടെ ആഗ്രഹം. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നമ്മൾ എക്സാമിനോട് അടുക്കുമ്പോൾ നമുക്കും ടെൻഷനാണല്ലോ, പഠിച്ച് തീരാത്തതിൻ്റെയൊക്കെ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നൈസിൽ അവളെ ഒരു സൈഡാക്കിയിട്ട് എന്നിട്ട് ഞാൻ പഠിക്കാതിരിക്കുകയാണ്. രാവിലെ ആണെങ്കിൽ അവൾക്ക് തീരെ ഉറക്കമില്ല. ആകെ ഒരു നേരമാണ് ഉറങ്ങുന്നത്. 1 മണിക്കൂറോ 2 മണിക്കൂറോ ഉറങ്ങിയാൽ അത്ര മാത്രമേ ഉള്ളൂ. ഉച്ചയ്ക്ക് ശേഷമാണ് ഉറങ്ങൽ. അപ്പോൾ ഞാൻ പഠിക്കാതിരിക്കുന്നത് SCRT പോർഷൻസ് ആണ്. ഇതൊരു തവണ കംപ്ലീറ്റ് ആക്കിയതാണ്. പിന്നെ ഇപ്പോഴത്തെ ഒരു രീതി, എൻ്റെ ഒരു പഠന രീതി എന്ന് പറയുന്നത് SCRTയിൽ ഞാൻ യൂസ് ചെയ്യുന്നത് റാങ്ക് മേക്കർ വിദ്യാലയം എന്ന ബുക്കാണ്. അപ്പോൾ അതിൽ സാറ് പറഞ്ഞിട്ടുള്ള ഒരു ടൈം ടേബിൾ പ്രകാരം 60 ദിവസം കൊണ്ട് ആ ബുക്ക് തീർക്കാമെന്നൊരു പ്ലാൻ അതിൽ ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിക്ക് പഠിച്ചു പോയാൽ കൊള്ളാം എന്നാണ് വിചാരിക്കുന്നത്. ഞാൻ നേരത്തെ SCRT ചാപ്റ്റേഴ്സ് എങ്ങനെയാണ് പഠിച്ചത് അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഒന്ന് പോയി കാണാം. പിന്നെ ഇനിയിപ്പോൾ റിവിഷനായി എല്ലാം കൂടി ആയിട്ട് ആകെ കുറച്ച് സമയമല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ കരുതി എല്ലാം കൂടി പഠിച്ചു പോകുന്നതിൻ്റെ ഇടയിൽ ഇതും അങ്ങനെ കൊണ്ടുപോകാം എന്നാണ് വിചാരിച്ചത്. പക്ഷേ എല്ലാ ദിവസവും അങ്ങനെ 10ഉം 20ഉം പേജൊക്കെയാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അത്രയും പേജ് കവർ ചെയ്യാനൊന്നും സാധിക്കാറില്ല. ചില ദിവസങ്ങളിൽ 10 പേജ് വെച്ച് പഠിക്കും. ചിലപ്പോൾ തീരെ ബുക്ക് തുറന്ന് നോക്കാൻ പറ്റാത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏകദേശം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് അവസാനിപ്പിക്കാൻ പറ്റുമോ, ഈ ഒരു ബുക്ക് കംപ്ലീറ്റ് ആവുമോ എന്നൊന്നും അറിയില്ല. എങ്കിൽ പോലും പറ്റുന്നത് പോലെയൊക്കെ വായിക്കാൻ ശ്രമിക്കുന്നുണ്ട്. SCRT ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് തൊട്ട് നോക്കാത്ത ബുക്കല്ല. ഒരു തവണ വായിച്ച് കഴിഞ്ഞ് ഇത് റിവിഷനാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറേ കാര്യങ്ങളൊക്കെ അറിയാം. ജസ്റ്റ് ഒന്ന് വായിച്ച് പോകുന്നു എന്ന് മാത്രം. അതായത് നമ്മുടെ ഒരു സമാധാനത്തിന് റിവിഷൻ അല്ല. അപ്പോൾ എല്ലാ ബുക്കും ഞാൻ പഠിച്ച എല്ലാ ബുക്കും രണ്ടാമത് ഒന്നുകൂടെ വായിച്ച് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ എൻ്റെ റിവിഷൻ കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിചാരം. അപ്പോൾ ആ ഒരു സംതൃപ്തിക്ക് വേണ്ടിയിട്ട് വീണ്ടും വായിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ പഠനമൊക്കെ എന്ത് പറയുന്നു? അവിടെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടോ? പിന്നെ ട്രിവാൻഡ്രത്തുള്ളവരോട് പറയാനുള്ളത്, ഇനി നിങ്ങൾ പുതിയ കാര്യങ്ങളൊന്നും പഠിക്കേണ്ട. ഇന്നേ വരെ എന്താണോ പഠിച്ചത് അത് നല്ലപോലെ തന്നെ റിവൈസ് ചെയ്യുക. അതുപോലെ തന്നെ ടെൻഷൻ ഒഴിവാക്കാൻ ശ്രമിക്കുക. പരമാവധി ടെൻഷൻ ഫ്രീ ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. പരീക്ഷയുടെ തൊട്ടടുത്തുള്ള 1-2 ദിവസമൊക്കെ ബുക്കിനോടുള്ള ബന്ധം കുറച്ചുകൊണ്ടിരിക്കുക. അതായത് എല്ലാം ആ ഒരു സമയത്ത് നമ്മൾ ധൃതിപ്പെട്ട് വായിച്ചു കഴിഞ്ഞാൽ കുറേ അറിയുന്ന കാര്യങ്ങളും ഇല്ലാതാവും. അതുപോലെ തന്നെ അറിയാത്ത ഏതെങ്കിലും ടോപ്പിക്ക് കണ്ടാൽ അത് പഠിച്ചിട്ടില്ലല്ലോ എന്നുള്ളൊരു ടെൻഷനിൽ അത് പോയി പകുതി വായിക്കും. അങ്ങനെ പഠിച്ചതും പഠിക്കാത്തതും എല്ലാം കൂടി കൂട്ടി കലർന്ന് ആകെ ഒരു പരിവാകും. അതുകൊണ്ടാണ് പറയുന്നത് ഇനിയുള്ള ദിവസങ്ങൾ റിവിഷൻ മാത്രം ചെയ്താൽ മതി. അതുപോലെ അവസാന നാളുകളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അതായത് നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ എക്സാമിൻ്റെ തലേ ദിവസം നോക്കാനുള്ള കുറച്ച് പോയിൻറ്റ്സ് ആണെന്ന് പറഞ്ഞ് നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ച അങ്ങനത്തെ ടോപ്പിക്സോ അല്ലെങ്കിൽ ഷോർട്ടായിട്ടുള്ള, അതായത് ചന്ദ്രയാൻ അതുപോലെ അങ്ങനെയുള്ള എന്തെങ്കിലും ടോപ്പിക്സൊക്കെ, കറണ്ട് അഫെയർസ് അതൊക്കെ നോക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അല്ലാതെ വലിയ ടോപ്പിക്കൊന്നും നോക്കാൻ പോകരുത് കേട്ടോ. പിന്നെ ട്രിവാൻഡ്രംകാരോട് പറയാനുള്ളത്, അതുപോലെ വീഡിയോസൊക്കെ കണ്ട് സമയം കളയരുത്. നിങ്ങൾ ഈ വീഡിയോ കാണണം എന്നില്ല കേട്ടോ. മറ്റുള്ളവർ കണ്ടാൽ മതി. എന്താണെന്ന് വെച്ചാൽ ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ ഫോണിൽ നോക്കി വീഡിയോസും കണ്ട് അങ്ങനെ സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ. ഇപ്പോഴും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കാണുന്ന ഒരു കമൻറ്റ് എന്ന് പറയുന്നത്, ഇനി പഠിച്ചാൽ LDC ക്രാക്ക് ചെയ്യാൻ സാധിക്കുമോ, അതുപോലെ തന്നെ 100 റാങ്കിൻ്റെ ഉള്ളിൽ എങ്ങനെ എത്തിപ്പെടാം, അതൊക്കെ ഇപ്പോഴും ചോദിക്കുന്ന കമൻറ്റ്സാണ്. ഇനിയിപ്പോൾ പരീക്ഷയ്ക്ക് ആകെ മാസങ്ങൾ മാത്രം ബാക്കിയുള്ള സമയത്ത് ഇനി പഠിച്ചാൽ ജോലി കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നവർ എന്തർത്ഥമാണുള്ളത്? ഞാൻ പല തംബ്ലൈൻസും കണ്ടിട്ടുണ്ട്. ഇനി പഠിച്ചാലും നേടാൻ സാധിക്കും. എന്ത് പഠിച്ചാൽ ഈ 2 മാസം കൊണ്ടൊക്കെ നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വെറുതെ ഓരോ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ തംബ്ലൈൻസ് ഇടും. അപ്പോൾ അതിൻ്റെ പിന്നാലെ പോകുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ശരിക്കും 2 ടോപ്പിക്കെങ്കിലും വായിച്ചു തീർക്കാൻ പറ്റും. അപ്പോൾ അത് ആരും അങ്ങനെയുള്ള ചതിക്കുഴിയിലൊന്നും ആരും പോയി വീഴരുത്. ആവശ്യമുണ്ട് എന്ന് തോന്നുന്ന വീഡിയോസ് മാത്രം കണ്ടാൽ മതി. അതും ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ തന്നെ നിങ്ങൾ കുറച്ച് സ്പീഡിലിട്ട് കണ്ടോളൂ. വെറുതെ സമയം വേസ്റ്റ് ചെയ്യണ്ടല്ലോ. അപ്പോൾ അങ്ങനെ
പഠിക്കുക എന്നത് നമ്മളുടെ കടമയാണ്. നമ്മൾ ആത്മാർത്ഥതയോടെ ചെയ്യുക എന്ന് മാത്രം. എത്രത്തോളം നമ്മൾ എഫേർട്ട് ഇടുന്നു അത്രത്തോളം റാങ്ക് മുന്നിലെത്താൻ നമുക്ക് പറ്റും. ഏതായാലും ഇപ്പോൾ LDC എന്നത് നമ്മളുടെ ഒരു എക്സാം മാത്രമാണ്. ഈ ഒരു LD കിട്ടിയില്ല എന്ന് കരുതി നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. നമുക്ക് അപ്പോഴും ഒത്തിരി അറിവുകൾ നമ്മൾ നേടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു എക്സാമിന് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ ആരും ടെൻഷൻ അടിച്ച് അങ്ങനെ ഇരിക്കണ്ട. ഇതാണ് നമ്മുടെ അവസാന പിടിവള്ളി എന്ന് വിചാരിച്ച് അങ്ങനെ ഒരുപാട് ടെൻഷനും കാര്യങ്ങളായിട്ട് പോകേണ്ട സാഹചര്യമൊന്നും നമുക്കില്ല. നമ്മൾ 100% നമ്മളുടെ എഫേർട്ട് കൊടുക്കുക. അതിനനുസരിച്ചുള്ള ഒരു പ്രതിഫലം നമുക്ക് എന്തായാലും കിട്ടും. അപ്പോൾ എല്ലാവരും കാം ആൻഡ് കൂളായിട്ട് തന്നെ പഠിച്ച് മുന്നേറി പോവുക. ഞാൻ SCRT നോക്കിക്കൊണ്ടിരുന്നത് നവോത്ഥാനം ആ ഒരു ഭാഗമാണ്. ഇതാണെങ്കിൽ ഇത്ര പഠിച്ചാലും മറന്നു പോകുന്ന അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവുന്ന കുറച്ച് ഭാഗങ്ങളാണ്. അപ്പോൾ ഞാൻ ചിലതൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ SCRTയിലെ പ്രധാനപ്പെട്ട ഇതുപോലത്തെ ടേബിൾസ്, ബോക്സ്, അതിൻ്റെ സൈഡിൽ പ്രത്യേകം ഹൈലൈറ്റ് ചെയ്ത ബോക്സ് ഒക്കെ ഉണ്ടാവും ടെസ്റ്റിലാണെങ്കിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോകുന്നത് നല്ലതായിരിക്കും. അവിടെ നിന്നൊക്കെയാണ് കൂടുതലും ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഓരോ ടോപ്പിക്ക് കഴിയുമ്പോഴും അതിൻ്റെ താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ്. ആ ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ PSC എടുത്തിടുന്നുണ്ട് ക്വസ്റ്റ്യനായിട്ട്. അപ്പോൾ അങ്ങനെ ടെസ്റ്റ് വായിക്കുന്നവരാണെങ്കിൽ അങ്ങനെയുള്ള പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവുക നല്ലതായിരിക്കും. ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ പഠനം മുന്നോട്ട് പോകുന്നത്. അധിക സമയം ഇരുന്നിട്ടില്ല. 1 മണി വരെയൊക്കെയാണ് ഇരിക്കാൻ പറ്റിയിട്ടുള്ളൂ. അതിനിടയിൽ മോളിനെ അവിടെ കസിൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെപ്പോഴും ഉണ്ടാവാറൊന്നുമില്ല. ഇന്ന് അവരുണ്ടായിരുന്നു. ഇപ്പോൾ വിളിച്ചപ്പോൾ അവൾ പോവുകയും ചെയ്തു. എപ്പോഴും അങ്ങനെ പോകാറുമില്ല. കൂടുതലും എന്നെ ചുറ്റിപ്പറ്റി ഇവിടെയൊക്കെ തന്നെ കാണും. അപ്പോൾ ഇന്ന് പോയതുകൊണ്ട് എനിക്ക് കുറച്ച് നേരം ഇരിക്കാൻ പറ്റി. ഇപ്പോൾ ഒരു 11:30 മുതൽ 1:30 വരെ ഈ ഒരു ഭാഗം എന്തായാലും തീർത്തിട്ട് എണീക്കുക എന്ന രീതിയിൽ അങ്ങനെ തന്നെ ഇരിക്കുകയായിരുന്നു. പിന്നെ മോളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് അവളെ വിളിച്ചുകൊണ്ട് വന്ന് അവൾക്ക് ഫുഡൊക്കെ കൊടുത്ത് പിന്നെ ഞാനൊരു 2 മണിയൊക്കെ ആകുമ്പോൾ അവളെ ഉറക്കും. അത് കഴിഞ്ഞ് 2 മണിയല്ല, ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ അവളെ ഉറക്കും. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഞാൻ എന്തെങ്കിലും നോക്കുകയാണെങ്കിൽ നോക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ സ്വകാര്യം കിടന്ന് ഉറങ്ങും. 1 മണിക്കൂർ എനിക്ക് ഉറങ്ങണം. ഉറങ്ങില്ല എന്നുണ്ടെങ്കിൽ ഹെഡേക്ക്, അതുപോലെ തന്നെ തലചുറ്റലിൻ്റെ അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. അതായത് രാത്രി കുറച്ച് നേരം ഇരിക്കുന്നത് കൊണ്ട് തന്നെ പകൽ 1 മണിക്കൂറെങ്കിലും ഉറങ്ങണം. തീരെ ഉറങ്ങാതായാൽ രാത്രി ഉറക്കമൊഴിച്ചിരിക്കാനും പറ്റില്ല. അങ്ങനെ രാത്രി ഇരിക്കാന്ന് വെച്ചാൽ എല്ലാ ദിവസവും അങ്ങനെ 2 മണി വരെ അങ്ങനെ ഇരിക്കാറൊന്നുമില്ല. ചില ദിവസങ്ങളിൽ പോർഷൻസ് ഒന്നും തീർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ വാഷിംഗ് മെഷീനിൽ തുണിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഓട്ടോമാറ്റിക് ആണ്. അപ്പോൾ നമുക്ക് അവസാനം പോയി എടുത്താൽ മതി. അപ്പോൾ അതെല്ലാം ഒന്ന് വിരിച്ചിട്ട് എന്നിട്ടാണ് ഉച്ചകാലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് മോളെ ഉറക്കി. പിന്നെ ഞാൻ കിടന്നുറങ്ങി. പിന്നെ എണീക്കുന്നത് വൈകുന്നേരമാണ്. അന്നൊന്നും പഠിച്ചിട്ടുണ്ടായില്ല. കാര്യം തലേ ദിവസവും ഇതുപോലെ തന്നെയാണ്. ഇന്നും പഠിക്കാനും അതുപോലെ രാത്രി ഒരുപാട് നേരം ഇരിക്കാനൊന്നും സാധിക്കില്ലല്ലോ. അപ്പോൾ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യും വേണം. അതുപോലെ തന്നെ ഹെൽത്ത് നോക്കണമല്ലോ. കുറച്ച് നേരം കിടന്നുറങ്ങി. പിന്നെ എണീറ്റ് വൈകുന്നേരത്തുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞ് ചായ കുടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. വീഡിയോ ഒരുപാട് ലെങ്ത് ആവുമെന്ന് വിചാരിച്ചിട്ട് അതുപോലെ ചിലപ്പോൾ ആ സമയത്ത് മറന്നു പോകാറുണ്ടായിരുന്നു. മോളുമായിട്ടുള്ള അടി ഉണ്ടാക്കലിൻ്റെ ഇടയിൽ പിന്നെ ആ സമയത്ത് വീഡിയോ എടുക്കാമെന്ന് ഓർമ്മയുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇംഗ്ലീഷിൽ വെക്കാബുലറിയാണ് പഠിച്ചത്. ഇതും എത്ര തവണ പഠിച്ചാലും മനസ്സിലാവാത്തതും അല്ലെങ്കിൽ മറന്നു പോകുന്നതുമായ ഒരു ഏരിയ ആണ്. അങ്ങനെ എന്നും പഠിക്കാറൊന്നുമില്ല. കുറച്ച് നോക്കാം എന്നൊക്കെ വിചാരിച്ച് ഞാൻ നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് എന്നും പഠിക്കാനൊന്നും പറ്റിയില്ല. ഇത് ഞാൻ പഠിച്ച് കുറച്ച് നോട്ട്സ് എഴുതി വെച്ചതാണ്. 2023 ആ ഒരു സമയത്ത് പഠനത്തിലേക്ക് ഇറങ്ങിയ ഒരു സമയത്ത് കുറച്ച് വെക്കാബുലറി, അതുപോലെ കുറച്ച് ഷോർട്ട് നോട്ട്സും കാര്യങ്ങളും, അതായത് ഫുൾ യൂട്യൂബ് ക്ലാസ്സിന് തന്നെയായിരുന്നു. അവിടെ നിന്ന് കിട്ടുന്ന യൂട്യൂബ് ക്ലാസ്സുകളൊക്കെ എഴുതി വെക്കുമായിരുന്നു. ടെൻസിൻ്റെ കുറച്ച് പാർട്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചില ടോപ്പിക്സ് മാത്രമായിരുന്നു. ഇപ്പോൾ ടോപ്പിക്സൊക്കെ മാറ്റി വെച്ചിട്ട് വൊക്കാബുലറി സെക്ഷൻസ് മാത്രം എടുത്ത് അതൊന്ന് പിൻ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാം ഒന്ന് സെറ്റ് ചെയ്യുകയാണ്. ഇതിൽ കൂടുതലായിട്ടുള്ളത് ഫ്രൈസൽ വെർബ്സ്, അതുപോലെ തന്നെ മാസ്കുലിൻ, ഫെമിനിൻ, സിംഗുലർ, പ്ലൂറൽ, അതുപോലെ സൗണ്ട്സ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ഇത് റാങ്ക് ഫയലിലുള്ളതുണ്ട്, അതുപോലെ തന്നെ യൂട്യൂബ് ക്ലാസ്സിൽ നിന്ന് കിട്ടുന്നതുമുണ്ട്. റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് അങ്ങനെ നോട്ട് ചെയ്ത് വെച്ചൊന്നുമല്ല. 2023 ഞാൻ പഠിച്ച് തുടങ്ങുന്ന ഒരു സമയമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ല. അപ്പോൾ ഇതിങ്ങനെ യൂട്യൂബിൽ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചു, ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചു എന്നേ ഉള്ളൂ. അതായത് ഞാൻ അപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന റാങ്ക് ഫയലിൽ ഇംഗ്ലീഷുമായിട്ടുള്ള ബന്ധപ്പെട്ട ഇതുപോലത്തെ കുറച്ച് വെക്കാബുലറി സെക്ഷൻസ് കുറവായിരുന്നു, വളരെ കുറവായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഞാൻ നോട്ട് ചെയ്ത് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിപ്പോൾ യൂസ്ഫുള്ളായി. എന്നും പഠിക്കണമെന്ന് വിചാരിക്കും, പക്ഷേ അങ്ങനെ പഠിക്കാൻ സമയം കിട്ടാറൊന്നുമില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ എന്നും മലയാളവും മാത്സും കറണ്ട് അഫയേഴ്സും ഇംഗ്ലീഷും എല്ലാം ഒന്നിച്ച് കൊണ്ടുപോകണം എന്നാണ്. ആദ്യമൊക്കെ അങ്ങനെ കൊണ്ടുപോയതായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് ഒന്നിച്ച് പഠിക്കാനുള്ള സമയമില്ല, തീരെ സമയമില്ല എന്ന് തന്നെ പറയാം. ഇപ്പം ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഷോർട്ട് നോട്ട്സ് എഴുതി വെച്ചതാണ്. കുറച്ച് ടോപ്പിക്സൊക്കെ ഷോർട്ട് നോട്ട്സും എഴുതി വെച്ചിട്ടുണ്ട്. നേരത്തെ ഉള്ള വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. എക്സാമിൻ്റെ ആ ഒരു അവസാന നാളുകളിൽ നോക്കണം വിചാരിച്ച് തന്നെയാണ് അതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം എനിക്ക് ഈ ഒരു സമയത്ത് യൂസ്ഫുൾ ആവുന്നുണ്ട്.
ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇന്നും മാത്സും ഇംഗ്ലീഷും മലയാളം ഒന്നും നോക്കാൻ സമയം കിട്ടുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് മലയാളം ഒരു ദിവസം നോക്കുന്നു, മാത്സ് ഒരു ദിവസം, ഇംഗ്ലീഷ് ഒരു ദിവസം. കറണ്ട് അഫയേഴ്സ് പിന്നെ ഇപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ പഠിക്കുന്ന സമയത്ത് അത് വോയിസ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അതെല്ലാം കേട്ടാണ് പഠിക്കുന്നത്. രാവിലെ അടുക്കളയിൽ നിൽക്കുന്ന സമയത്ത് കറണ്ട് അഫയേഴ്സൊക്കെ കേട്ട് പഠിക്കുകയാണ്. പിന്നെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നത് മോഡൽ എക്സാംസും ഒക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ PYQ ഒക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് മാർക്ക് കിട്ടുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു കാര്യത്തിൽ PYQ ഒക്കെ ചെയ്യുമ്പോൾ അത്യാവശ്യം മാർക്ക് ഉണ്ട്. കാര്യം നമ്മൾ പഠിക്കുന്നതും കൂടുതലും അതൊക്കെ തന്നെയാണല്ലോ, അതുകൊണ്ടാണ്. പിന്നെ മോഡൽ എക്സാം വരുമ്പോൾ കുറച്ച് മാർക്ക് പുറകോട്ട് തന്നെയാണ്. എനിക്കങ്ങനെ ഞാൻ നല്ല പ്രോ ആയിട്ടൊന്നുമില്ല, എന്നാലും കൂടി ഇപ്പോൾ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നൈറ്റ് മോൾക്ക് ഫുഡൊക്കെ കൊടുത്ത് അവളെ ഉറക്കി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഇരുന്ന് പഠിക്കുമ്പോഴേക്കും 11:30 ഒക്കെ ആയിട്ടുണ്ട്. എപ്പോഴും ആ ഒരു ടൈമിലൊക്കെ ആവും. 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണി വരെ അത്രയൊക്കെ തന്നെ ഇരിക്കാറുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ കരുതി കുറച്ച് ദിവസമായിട്ട് എക്സാംസ് ഒന്നും ചെയ്ത് നോക്കിയിട്ടില്ല, അപ്പോൾ അതൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ PYQ ചെയ്യുമ്പോൾ അത്യാവശ്യം മാർക്കൊക്കെ കിട്ടാറുണ്ട്. പഠിക്കുന്നതും അതൊക്കെ തന്നെയാണല്ലോ, അതുകൊണ്ടായിരിക്കാം. പക്ഷേ മോഡൽ എക്സാം വരുമ്പോൾ അങ്ങനെ ഞാൻ പ്രതീക്ഷിക്കുന്ന ആ ഒരു രീതിയിൽ എനിക്ക് മാർക്കൊന്നും കിട്ടുന്നില്ല. അത്യാവശ്യം ഞാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ഒരു പ്രോ ആയിട്ടൊന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ സമാധാനിക്കുകയാണ്. ചെയ്ത് എക്സാം ആകുമ്പോഴേക്കും ഒന്ന് സെറ്റ് ആവണം. ഇപ്പോൾ കൂടുതൽ ഞാൻ മോഡൽ എക്സാം ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. PYQ കാണുമ്പോൾ അതും ചെയ്യും. അതുപോലെ തന്നെ കൂടുതൽ PYQ ചെയ്യുന്നതാണ് നല്ലത്. മോഡൽ എക്സാം എന്ന് പറയുമ്പോൾ നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത വിധത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ തൊഴിൽ വീതി, തൊഴിൽ വാർത്ത, അതിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടേ ഇല്ലാത്ത തരത്തിലുള്ള ക്വസ്റ്റ്യൻസൊക്കെയാണ് വരുന്നത്. പിന്നെ അതിൽ നിന്നും അധികം ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്കങ്ങനെ കിട്ടിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ PYQ ചെയ്യുന്നതായിരിക്കാം നല്ലത്. അപ്പോൾ അങ്ങനെ ചെയ്യുവാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ദിവസത്തെ പഠനം മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.